Hello everyone, and now we are going to discuss about set in Python. So already we have seen what are list, what are tuples, isn't it? അപ്പോൾ അത് രണ്ട് ടോപ്പിക്സ് ക്ലിയർ ആയിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. ആൻഡ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തേർഡ് ഡേറ്റ ടൈപ്പ് ദാറ്റ് ഈസ് സെറ്റ്. ഓക്കെ, സോ സെറ്റ് ഈസ് ആൾസോ ആൻ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് യുണീക്ക് ഐറ്റംസ്. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് ആണ് കാണുന്നത്, അൺഓർഡേർഡ്. ഇതുവരെ നമ്മൾ പഠിച്ച ലിസ്റ്റ് ടപ്പിൾ ഓർഡേർഡ് കളക്ഷൻ ആയിരുന്നു. പക്ഷെ ഇവിടെ എന്താണ്, സെറ്റ് ഈസ് ആൻ അൺഓർഡേർഡ് കളക്ഷൻ ഓഫ് യുണീക്ക് ഐറ്റംസ്. അപ്പോൾ നിങ്ങൾ രണ്ട് വാക്കുകൾ ഇവിടെ ശ്രദ്ധിക്കാം. ഒന്ന് അൺഓർഡേർഡ് കളക്ഷൻ, നെക്സ്റ്റ് വൺ യുണീക്ക് ഐറ്റംസ്. ആൻഡ് ഇറ്റ് ഈസ് ക്രിയേറ്റഡ് യൂസിങ് ഫ്ലവർ ബ്രാക്കറ്റ്. അപ്പോൾ നമ്മളിവിടെ ബ്രേസസ് അല്ലെങ്കിൽ ഫ്ലവർ ബ്രാക്കറ്റ് ആണ് അതിന് പറയാം. അത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ യു ക്യാൻ സീ ദ എക്സാമ്പിൾ ലൈക്ക് എസ് ഈക്വൽ ടു 10, 20, 40. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നത്. നൗ സെറ്റ് ഹാവ് യുണീക്ക് വാല്യൂസ്, isn't it? ആൻഡ് ദേ എലിമിനേറ്റ് ഡ്യൂപ്ലിക്കേറ്റ്സ്. അതായത് നമ്മളൊരു സെറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് കൊടുക്കാൻ പറ്റും. നൗ യു ക്യാൻ സീ ഇൻ ദ എക്സാമ്പിൾ. ഇപ്പോൾ ഞാനിവിടെ എ ഈക്വൽ ടു 1, 2, 2, 3, 3, 3, 2 രണ്ട് പ്രാവശ്യം വന്നിട്ടുണ്ട്, അതുപോലെ 3 times, isn't it? സോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡ്യൂപ്ലിക്കേറ്റ്സ് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും ഇഫ് യു ആർ പ്രിൻറ്റിംഗ് ദ വാല്യൂ ഓഫ് എ, അതായത് സെറ്റ് പ്രിൻറ്റ് ചെയ്യുമ്പോൾ എന്താണ്, ആ ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ടുള്ള വാല്യൂസ് എല്ലാം എലിമിനേറ്റ് ആയിട്ടുണ്ടാവും. ലിസ്റ്റ് ടപ്പിൾസ് നമുക്ക് ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് സ്റ്റാർട്ടിങ്ങിൽ കൊടുത്താലും അത് ടിൽ ദ എൻഡ് ഇറ്റ് വിൽ ബി ഇൻ ദ സെയിം വേ. പക്ഷെ സെറ്റ് എന്താണ്, ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസിനെ എലിമിനേറ്റ് ചെയ്യും, അതിനെ ഡിലീറ്റ് ചെയ്യും. ദാറ്റ് ഈസ് ദ meaning. Okay, and since it is an unordered collection, indexing has no meaning. നമുക്ക് ഇപ്പോൾ ലിസ്റ്റിൽ ഇപ്പോൾ എ ഓഫ് 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫസ്റ്റ് എലിമെൻ്റ് ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അല്ലേ? അതുപോലെ ടപ്പലിൽ എ ഓഫ് 1 ആണെങ്കിൽ അത് സെക്കൻഡ് എലിമെൻ്റ് ആണ്. എ ഓഫ് 2 എന്ന് കൊടുത്താൽ അത് തേർഡ് എലിമെൻ്റ് ആണെന്ന് നമ്മൾ ആ ഇൻഡെക്സിങ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സെറ്റ് ഒരു അൺഓർഡേർഡ് കളക്ഷൻ ആണ്, അതുകൊണ്ട് ഇവിടെ ഇൻഡെക്സിന് ഒരു മീനിങ് ഇല്ല. അപ്പോൾ ഞങ്ങൾ എസ് ഓഫ് 0 അങ്ങനെ ഒന്നും നമുക്ക് കൊടുക്കാൻ പറ്റില്ല. ഓക്കെ, ലെറ്റ്സ് സീ വിത്ത് ആൻ എക്സാമ്പിൾ. So here I'm going to create a set called S with 4 elements. Shall I give duplicate values? Okay, I'm giving 2 times 40 and now I'm printing the value of S. You can see that it is not printed. എന്താണ് ഞാൻ കൊടുത്തത് 20, 30, 40, 40, 50 ഇങ്ങനെയായിരുന്നു ഞാൻ കൊടുത്തത്, ഈ ഓർഡറിലാണ് കൊടുത്തത്. പക്ഷേ ഞാൻ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് അങ്ങനെ ഡിസ്പ്ലേ ആയിട്ടുണ്ടോ? ഐ ഹാവ് പ്രിൻറ്റ്. നിങ്ങൾക്ക് ഒന്നെങ്കിൽ പ്രിൻറ്റ് എസ് എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ വെറും എസ് എന്ന് കൊടുത്താലും പ്രശ്നമില്ല. ഇവിടെ നമുക്ക് കാണാം, ഞങ്ങൾ ഫസ്റ്റ് എലമെൻറ്റ് 20 ആയിരുന്നു ക്രിയേറ്റ് ചെയ്യുമ്പോൾ, പക്ഷേ ഇപ്പോൾ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് ഫസ്റ്റ് എലമെൻറ്റ് ഈസ് 40 ആൻഡ് സെക്കൻഡ് ഈസ് 50, 20, 30. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ അൺഓർഡേർഡ് കളക്ഷൻ എന്ന് പറയാം. ഓക്കെ, ഇവിടെ ഒരു ഓർഡർ ഇല്ല. ഫസ്റ്റ് എലമെൻറ്റ് 20 ആണെങ്കിൽ അത് ഡിസ്പ്ലേ ചെയ്യുമ്പോൾ അത് 20 വേണം പ്രിൻറ്റ് ചെയ്യാൻ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഓക്കെ, സോ വി കനോട്ട് ഡു സംതിങ് ലൈക്ക് ദിസ്. അപ്പോൾ ഞാൻ പ്രിൻറ്റ് എസ് ഓഫ് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താണ്, എററാണ് കിട്ടിയത്. ബിക്കോസ് സെറ്റ് ഒബ്ജക്റ്റ് ഡസ് നോട്ട് സപ്പോർട്ട് ഇൻഡെക്സിങ്, അല്ലേ? ഇൻഡെക്സിങ് ഇവിടെ മീനിങ് ഇല്ല എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോ ദിസ് ഈസ് ഓൾ അബൌട്ട് സെറ്റ്. ഓക്കെ, താങ്ക് യു.